ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമ്മിൽ കണ്ടിട്ടുണ്ടോ. എന്തിനാണ് ഈ ഒരു എക്സ് കണ്ടുപിടിച്ചുണ്ടാക്കുന്നത്? മാത്സിലുള്ള ഈ ഒരു എക്സ് എന്നെ കൊണ്ട് കഴിയൂല അല്ലേ? അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയി ക്ലിഞ്ചനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഞാൻ എടുത്തത് ഷുവർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏറെപ്പോൾ ഒരു 8 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി, അത് ഉറപ്പാണ്, എന്റെ ഗ്യാരണ്ടിയാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് ഒരു ചോദ്യമായിട്ട് പറയാം. അതായത് ആദ്യം തന്നെ ഞാൻ എക്സിന്റെ റിയാലിറ്റി പറയാം. അതായത് ചോക്കും കാര്യങ്ങളൊക്കെ വെച്ച് എക്സ് എന്തിനാണ് നമ്മൾ മാത്സിൽ ഉപയോഗിക്കുക? പറഞ്ഞോളി, എന്തിനാണ്? നിങ്ങൾക്ക് അവിടെ പറഞ്ഞു, കമന്റ് ഇടാമില്ല. എന്തിനാണ് നമ്മൾ എക്സ് ഉപയോഗിക്കുക? എക്സ് എക്സ് ഉപയോഗിക്കുന്നതാണെന്ന് അറിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു റോട്ടിലൂടെ നടന്നു പോകാം. ഒരു റോട്ടിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയാത്ത ഏതോ ഒരാൾ വന്നു. സോ അപ്പൊ നിങ്ങൾ എന്താ വിളിക്കുക? അബ്ദുറഹ്മാൻ എന്ന് വിളിക്കും, അല്ലെ സുലൈമാൻ എന്ന് വിളിക്കും? ഇല്ല. കാരണം എന്താ? അവരുടെ പേര് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏറെ വിളിക്കാനാ ഹൈ ബ്രോ, ഹേ ബോസ്, മച്ച, അങ്ങനെ കല്യാണം നിങ്ങൾ വിളിക്കാം, അല്ലെ ബായ് എന്ന കല്യാണം നിങ്ങൾ വിളിക്കുക. സോ ആ ഒരു ബായ് അല്ലെ അണ്ണ അല്ലെ മച്ച അല്ലെ ബോസ് അല്ലെ ഓയ് അങ്ങനെ കല്യാണം വിളിക്കുക. അതിനെയാണ് അങ്ങനത്തെ കേസ്. നമുക്ക് അവരുടെ പേരറിയില്ല. പേരറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിളിക്കും ഹൈ ബ്രോ, അല്ലെങ്കിൽ ഹായ് മച്ച, അല്ലെങ്കിൽ ഹായ് റഹ്മാനെ, സുലൈമാനെ, ബിരാനെ, അങ്ങനെ എന്തും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയാണ് നമ്മൾ മാത്സിൽ അറിയാത്ത ഒരു സംഖ്യ, നമുക്ക് തീരെ അറിയില്ല ഒരു സംഖ്യ, ആ സംഖ്യയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ് എന്ന് വിളിക്കാം. ഇപ്പൊ കത്തിയോ? അറിയാത്ത ഒരാളെ വിളിക്കുന്ന പേര്. സോ നമുക്കൊരു തുള്ളിയായിട്ടും അറിയില്ല, അറിയാത്ത ആളെ വിളിക്കുന്ന പേരാണ് മാത്സിൽ എക്സ് എന്ന് കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ നോക്കുക, എക്സ് ആണ് നമ്മൾ അറിയാത്തൊരു നമ്പർ എന്ന് പറഞ്ഞ, എക്സ് ആണ് അറിയാത്തൊരു നമ്പർ എന്ന് പറഞ്ഞു. സോ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ കേസ് നോക്കുക. ഞാൻ ചോദിക്കാണ്, ഒരു സംഖ്യ അതിനോട് 32 കൂട്ടുക. ഒരു സംഖ്യ അതിനോട് 32 കൂട്ടുക. അങ്ങനെ നമ്മൾ എങ്ങനെ ഈ ഒരു എക്സിന്റെ കേസ് ആക്കിയില്ല? ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യനോട് 32 കൂട്ടണം. അപ്പൊ എങ്ങനെ സാറേ? അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സംഖ്യ അറിയാത്ത ഒരാളാണല്ലോ, അവരെ നമ്മൾ എന്ത് വിളിച്ച്? എക്സ് എന്ന് വിളിച്ച്. ഇത് റെഡിയാണോ? അറിയാത്തൊരു സംഖ്യ എക്സ് എന്ന് വിളിച്ച് അതിനോട് 32 കൂട്ടണം. ഒരു സംഖ്യ അതിനോട് 32. അപ്പൊ എന്ത് ചെയ്യണം? 32 കൂട്ടണം അല്ലേ? +32. ഇങ്ങനെയാണ് ഇത് ചെയ്യാം. അപ്പോൾ ചോദിക്കും, ഇതെങ്ങനെയാണ് അറിയൂല എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഒരു സംഖ്യ അതിനോട് 32 കൂട്ടിയപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 40 ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു എക്സ് സോൾവ് ചെയ്യാൻ. പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സ് സോൾവ് ചെയ്ത് കാണിക്കാം. സോ ഒരു കാര്യം അതിന് മുമ്പ് പറയാം. ഈ ഒരു കാര്യം എന്താണെന്നറിയോ? കത്ത് വൈസാൻ എന്താണ്? ഇത് നിങ്ങൾ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ കുറിച്ച് വെക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ അറിയാതെ നിങ്ങൾ നാളെ സ്കൂളിലേക്ക് പോകരുത് കേട്ടോ. ഓക്കെ, അതായത് ഇവിടെ നോക്കി, ഈക്വൽ ടുവിന്റെ അപ്പുറത്ത്, ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ഈക്വൽ ടു. അപ്പൊ എന്താണെന്നറിയോ? ഇവിടെ നോക്കി, ഇത് ഞാൻ ഒരു സ്ഥലം പേരിടാണ്. ഇതിന് എ എന്ന സ്ഥലവും എ എന്ന സ്ഥലത്ത് പ്ലസ് ആണോ? അങ്ങനെങ്കിൽ ആ ഒരു പ്ലസ് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? നെഗറ്റീവോ? ഇവിടെ എത്രേ പറയുന്നുള്ളൂ. ഇവിടെ +32 ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -32 ആവും. ഇനി ഇവിടെ ഇവിടെ ×32 ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ /32 ആവും. അങ്ങനെയാണ് ആ ഒരു കാര്യം കേട്ടോ. ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു +32നെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -32 ആവും. സോ അപ്പൊ ഒന്ന് ചുരുക്കിയതാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 40 -32 എന്നാവും. സോ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. 40ൽ നിന്ന് 32 കുറയ്ക്കാണ് എന്ത് കിട്ടും ആൻസർ? എക്സ് ഈസ് ഈക്വൽ ടു 40 -32 കിട്ടുമ്പോൾ ഇതാണ് ആൻസർ. ഒരു സംഖ്യ അതിനോട് 32 കൂട്ടിയാൽ 40 കിട്ടും. സോ 8 + 32 40 അല്ലേ നമുക്ക് കിട്ടി. സോ ഇപ്പൊ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടിയോ? ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം എന്താ? x
പ്ലസ് 48 ഈസ് ഈക്വൽ ടു 16. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാം, അടുത്ത ഭാഗം. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പ്ലസ് 32 നേരെ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 32 ആവും. പ്ലസ് 131 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തോ മൈനസ് ആവും. ഇതിങ്ങനെ വണ്ടി ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ അത് നെഗറ്റീവായി മാറും. ആ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം നോക്കുമ്പോൾ ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അത് നിങ്ങൾ കമന്റ് ചെയ്യാം. സെറ്റ്. അപ്പം അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന രണ്ടെത്തും ഇല്ലേ? അപ്പോ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യും. ഇനി അങ്ങനെയെങ്കിൽ അതേപോലത്തെ മറ്റൊരു ചോദ്യം. ഏതോ ഒരു സംഖ്യ അതിനോട് 2 കുറച്ചപ്പോ എനിക്ക് കിട്ടിയത് 38. ഏതോ ഒരു സംഖ്യ, അറിയാത്ത സംഖ്യയെ നമ്മൾ എക്സ് എന്ന് വിളിക്കും. അതിനോട് 2 കുറച്ചപ്പോ കിട്ടിയത് 38. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ പറയും. ഇത് സോൾവ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ ആൻസർ പറയും. സോ മൈനസ് 2 ഡിവൈഡ് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ പ്ലസ് 2. സോ എക്സ് ഈസ് ഈക്വൽ ടു 38 പ്ലസ് 2 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കിടക്കും. സോ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 38 2 40 അല്ലേ? 40 2 കുറച്ച് എത്ര 38 അല്ലേ? കിട്ടിയില്ലേ? അങ്ങനെയാണല്ലോ ഈ എക്സ് സോൾവ് ചെയ്യുക. അല്ല സാറേ എനിക്ക് കത്തുന്നില്ല, കത്തിയിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ അറിയിക്കണം. അത് കിട്ടിയെങ്കിൽ എന്താ, അങ്ങനെയെങ്കിൽ ഞാനൊരു ഇക്വേഷൻ പോലെ എഴുതുകയാണ്. 2x പ്ലസ് 34 ഈസ് ഈക്വൽ ടു, ഇത് ഞാൻ നിർമ്മിക്കുകയാണെങ്കിൽ തെറ്റാവുമെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കണം. ഒരു സംഖ്യയുടെ 2 മടങ്ങി അതിനോട് 34 കൂട്ടിയാൽ 100 കിട്ടും. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒരു പക്ഷെ ക്വസ്റ്റ്യൻ റോങ് ആവാം, എന്നാലും നമുക്ക് ഇത് ചെയ്ത് നോക്കാം അല്ലെ? ഫസ്റ്റ് എന്താ സാറേ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ സാർ ചെയ്യേണ്ടത്? സോ 44. ഓക്കെ, ഫസ്റ്റ് എന്താ സാറേ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? പ്ലസ് 34 പ്ലസ് 44 പ്ലസ് 62 ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. പ്ലസ് 44 ഉണ്ട്. അപ്പൊ ഈ ഒരു 44 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? സോ ഗൈസ് ജസ്റ്റ് ഒന്ന് ഭാഗം കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്തോ ആട്ടെ. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് പ്ലസ് 44 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 44 അല്ലേ ആവുക? മൈനസ് 44 അല്ലേ ആവുക? ആണ്. അപ്പം ചെയ്യാം നമുക്ക് 100 മൈനസ് 44 എത്രയാണ്? 100 മൈനസ് 44. സോ നമുക്ക് 100ൽ നിന്നും 44 കുറയ്ക്കണം. എത്ര ആൻസർ കിട്ടും? പറഞ്ഞോളി. യെസ് ഗൈസ്, 56 എന്ന് പറഞ്ഞൊരു നമ്പറാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. എന്താ കിട്ടുക? എന്താണ് 56 എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. എന്താണ് 56 എന്ന് പറഞ്ഞ ഒരു ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സോ 2x ഈസ് ഈക്വൽ ടു 56 അല്ല സാറേ? ഇതൊക്കെ എനിക്ക് കിട്ടി, വലിയ കുഴപ്പമില്ല, ഇതൊക്കെ കിട്ടി. പക്ഷെങ്കിൽ ഇതെന്താണ് ഈ 2x എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സംഖ്യയുടെ ഇരട്ടി അല്ലെ, ഇൻറ്റു 2. അറിയാത്തൊരു സംഖ്യ അതിന്റെ അതേ ഇൻറ്റു 2. അറിയാത്തൊരു സംഖ്യ അതിനോട് 2 കൂടിക്കുക, അതാണ് അറിയാത്ത സംഖ്യ. അപ്പൊ നമ്മൾ അറിയാത്ത ഒരു സംഖ്യയിലെ ഇൻറ്റു അത് നേരെ ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ നമ്മളിവിടെ എഴുതിയിരുന്നു ഇൻറ്റു നേരെ ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുമെന്ന് പറഞ്ഞിരുന്നത്. മൈനസ് സോറി ഡിവിഷൻ ആവുമെന്ന് പറഞ്ഞത്. അപ്പൊ 56ൽ നിന്ന് 2 ഹരിക്കാം. സോ ചെയ്ത് നോക്കാം. ഇഷ്ടം വന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റാണ്. 2 4 സോ സോ 28 എന്നൊരു ആൻസർ ആണ് നമുക്ക് ഇതിൽ കിട്ടുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 28. സോ ഇത് റെഡി ആണോ? ഇത് നിങ്ങൾ കത്തിയിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ കത്തിയിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാലും നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈസി ആണോടാ? എടാ 2x പ്ലസ് 44 ഈസ് ഈക്വൽ ടു 100. ഒരു സംഖ്യയുടെ 2 മടങ്ങ് അതിനോട് 44 കൂട്ടുമ്പോൾ എനിക്ക് 100 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു സംഖ്യ കൂട്ടി വെക്കാം. സോ 28
എന്നതാണ് സംഖ്യ കിട്ടുക. അതായത് 2 × 28 + 44 എന്നത് കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടുന്നതെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ ചെയ്ത ഇക്വേഷൻ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് 2 × 28 ആദ്യം ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 28 നേരെ ഇരട്ടി 2 × 16 4 സോ കറക്റ്റ് ആണ്. 56 + 44 എത്രയാണ്? 100 ആണ്. കിട്ടിയില്ലേ? ഇതാണ്, ഇത്രയേ ഉള്ളൂടാ. ഇതെനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് 9ാം ക്ലാസ്സുകാർക്ക് ഈ ഒരു കൊല്ലം സോൾവ് ചെയ്യാനുണ്ടാവും. ഞാൻ എന്റെ ഓഫ്ലൈൻ ട്യൂഷന്റെ സ്റ്റുഡൻസിന് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ചെയ്തിട്ട് സോൾവുകളും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.